വയനാട്ടിൽ വ്യാജ മദ്യം പിടികൂടി. മാഹിയിൽ നിന്ന് കൊണ്ടുവരുന്ന മദ്യം ബിവറേജസ് കോർപ്പറേഷന്റേതിന് സമാനമായി കുപ്പികളിലേക്ക് മാറ്റിയാണ് വിൽപ്പന നടത്തിയിരുന്നത്. നായകളെ അഴിച്ചുവിട്ട് പ്രതി രാജേഷ് ഓടി രക്ഷപ്പെട്ടു. മുത്തങ്ങ, കല്ലൂർ ഭാഗങ്ങളിലും ജില്ലയുടെ അതിർത്തി മേഖലകളിലും അനധികൃത മദ്യം വ്യാപകമാകുന്നതായി എക്സൈസിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായുള്ള പട്രോളിംഗിനിടെയാണ് അനധികൃത മദ്യനിർമ്മാണ കേന്ദ്രം കണ്ടെത്തിയത്. കല്ലൂരിൽ പട്രോളിംഗ് നടത്തുന്നതിനിടെ കണ്ട ജീപ്പിനെ പിന്തുടർന്നാണ് പുത്തൻകുന്നിലെ വീട്ടിലെത്തിയത്. വാടകയ്ക്ക് വീടെടുത്ത് വ്യാജമദ്യം നിർമ്മിക്കുകയായിരുന്നു പ്രതി കൊച്ചുപുരക്കൽ രാജേഷ്. നായകളുടെ കാവലിലാണ് ഇയാൾ മദ്യനിർമ്മാണം നടത്തിയിരുന്നത്. എക്സൈസ് സംഘം എത്തിയതോടെ നായകളെ തുറന്നുവിട്ട് പ്രതി ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ ഈ കോമ്പൗണ്ടിൽ ഒരു 10-25ഓളം നായ്ക്കൾ, തെരുവ് നായ്ക്കളൊക്കെ ആയിട്ട് തീറ്റ കൊടുത്ത് വളർത്തുന്നതെന്ന് തോന്നുന്നു. ഇവർ പെട്ടെന്ന് നായ്ക്കളെല്ലാം കൂടി കയറി നമ്മുടെ നേരെ അറ്റാക്കിങ് ഒരു മെൻറ്റാലിറ്റിയിലും എല്ലാം കൂടി വന്നപ്പോൾ നമുക്ക് പുറകെ കയറാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ കണ്ടപാടെ ഇദ്ദേഹം വണ്ടി അവിടെ നിർത്തി ഈ പുറകിൽ ഇറങ്ങി ഓടി ഈ പ്രവേശത്തേക്ക് കൂടി ഓടി മതിലിയാടി ഓടി വെച്ചത്. നമുക്ക് ഇപ്പോൾ നായ്ക്കൾ വന്നത് കാരണം നമുക്ക് ഇവനെ ഫോളോ ചെയ്യാൻ പറ്റില്ല. പരിശോധനയിൽ 25 കുപ്പികളിലായി സൂക്ഷിച്ചിരുന്ന 17 ലിറ്റർ മദ്യം പിടിച്ചെടുത്തു. മാഹിയിൽ നിന്ന് കൊണ്ടുവരുന്ന മദ്യം ബിവറേജസ് കോർപ്പറേഷന്റേതിന് സമാനമായ കുപ്പിയിലാക്കി വൻതുകയ്ക്കാണ് വിൽപ്പന നടത്തിയിരുന്നത്. വ്യാജ ലേബൽ പ്രിന്റ് ചെയ്യുന്ന കമ്പ്യൂട്ടർ, പ്രിന്റർ, കുപ്പിയുടെ മൂടി പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന യന്ത്രം എന്നിവ കണ്ടെടുത്തു. 2 വാഹനങ്ങളും എക്സൈസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബത്തേരി എക്സൈസ് റേഞ്ച് അധികൃതരും എക്സൈസ് സർക്കിൾ വിഭാഗവും എക്സൈസ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. 24 വയനാട്.